തുടക്കം തുടക്കം ഉയർത്താം കൈവളകൾ കിലുങ്ങും കരങ്ങൾ സമസുന്ദര സ്വപ്നം നമുക്കായി ഇനി വഴിയെങ്ങും വിടത്താം വളർത്താം നാളത്തെ ലോകത്തിൻ ദൂതികളെ മാറുന്ന കാലത്തിൻ തോഴികളെ നാം ഒന്നിച്ചാലെന്നും നേടുകില്ലേ നാടിനും വീടിനും നന്മയല്ലേ കുതിപ്പൂവൻ തിരയലയായി പെൺകരുത്തിൻ വൻകടലുകൾ പുത്തൻ യുഗത്തിൻ പൊൻപുലരിയിൽ ഒരു പുതു തുടക്കം തുടക്കം നമസ്കാരം. എന്നെങ്കിലും നീ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഒരു രാജാവ് ദാസിയെ കാണാൻ വരുന്ന ഭാവം അരുത്. എനിക്ക് നിന്റെ പക്കൽ നിന്ന് കരമൊഴിയായി ഭൂമിയോ ചാർത്തി വാങ്ങാൻ നാട്ടുരാജ്യങ്ങളോ ആവശ്യമില്ല. ഒരു ഭക്തന് ദർശനം നൽകുന്ന ദൈവത്തിന്റെ ഭാവവും വേണ്ട. എനിക്ക് നിന്നോട് ചോദിച്ചു വാങ്ങാൻ വരദാനങ്ങളൊന്നുമില്ല. ഒരു സാമ്രാട്ട് മറ്റൊരു സാമ്രാട്ടിനോടെന്ന പോലെ, ഒരു സ്നേഹിതൻ സ്നേഹിതനോടെന്ന പോലെ സമഭാവത്തോടെ നീ വരിക. ഒരു പുല്ലാങ്കുഴൽ രാഗത്തെ തേടും പോലെ, ഒരു ചോദ്യം ഉത്തരം തേടും പോലെ അനായാസമാവട്ടെ അത്. റോസ്മേരിയുടെ എനിക്ക് നിന്നോട് പറയാനുണ്ട് എന്ന കവിതയിലെ സമഭാവനയെ ഓർമ്മിപ്പിക്കുന്ന വരികൾ. തുല്യനീതിയും തുല്യ പങ്കാളിത്തവും തന്നെയാണ് കുടുംബശ്രീയും ലക്ഷ്യം വയ്ക്കുന്നത്. ഇനി ഞങ്ങൾ പറയാം സോഷ്യൽ റിയാലിറ്റി ഷോയുടെ ഒരു പുതിയ എപ്പിസോഡ് കൂടി ഇവിടെ ആരംഭിക്കുകയാണ്. ദൂരദർശന്റെ എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. മലനാടും ഇടനാടും തീരപ്രദേശവും ഒത്തുചേർന്ന് കിടക്കുന്ന കാർഷിക ഗ്രാമമാണ് താനൂർ. പഞ്ചായത്തിലെ പകുതിയിലധികം വാർഡുകൾ കടലോര മേഖലയിലാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം മലപ്പുറം ജില്ലയിൽ നിന്നെത്തിയ താനൂർ CDSനെ ദൂരദർശന്റെ വേദിയിലേക്ക്. താനൂർ CDS മൊത്തം ADS 23, അയൽക്കൂട്ടം 387, BPL അംഗങ്ങൾ 5338, APL അംഗങ്ങൾ 2402, SC അംഗങ്ങൾ 128, ST അംഗങ്ങൾ ഇല്ല. നാടിന്റെയും നാട്ടുകാരുടെയും വികസനം ലക്ഷ്യം വെച്ച് അഹോരാത്രം പ്രവർത്തിക്കുന്ന താനൂർ CDS അംഗങ്ങളെ നമുക്കൊന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് ഗീത, ഞാൻ JLG കൺവീനറാണ്. ഫാത്തിമ, പുതിയ CDS ചെയർപേഴ്സൺ. എൻ്റെ പേര് ഫാത്തിമ, ഞാൻ മുൻ CDS ചെയർപേഴ്സൺ. എൻ്റെ പേര് ഷീബ, സാമൂഹിക വികസന ഉപസമിതി കൺവീനർ. MP അഷ്റഫ്, താനൂർ ഗ്രാമപഞ്ചായത്ത്. നമുക്കിനി നമ്മുടെ വിധികർത്താക്കളെ പരിചയപ്പെടാം. ലാറി ബക്കർ സെന്റർ ഫോർ ഹാബിറ്റാറ്റ് സ്റ്റഡീസിന്റെയും കോസ്റ്റ് ഫോർഡിന്റെയും ചെയർമാനും സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ KP കണ്ണൻ, മുൻ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ നിവേദിത P ഹരൻ, കോഴിക്കോട് സർവകലാശാല സ്ത്രീ പഠന കേന്ദ്രം മേധാവി ശ്രീമതി മിനി സുകുമാർ, ലോകാരോഗ്യ സംഘടനയുടെ പാലിയേറ്റീവ് സമിതി ചെയർമാനും കോഴിക്കോട് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിന്റെ സാങ്കേതിക ഉപദേഷ്ടാവുമായ ഡോക്ടർ സുരേഷ് കുമാർ, പ്രശസ്ത കവയത്രി ശ്രീമതി റോസ്മേരി. താനൂർ കഥകൾ ആരംഭിക്കുന്നതേയുള്ളൂ. ചർച്ചയിലേക്ക്.
താനൂരിലെ കുടുംബശ്രീ കൂട്ടായ്മയെ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ എങ്ങനെയൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത്? ഈ കുടുംബശ്രീ പ്രസ്ഥാനം വന്നതോടുകൂടി 137 കുടുംബങ്ങളെ, അതും കിടപ്പാടമില്ലാത്ത, ആരും നോക്കാനില്ലാത്ത കുടുംബങ്ങളെ നമ്മൾ ആശ്രയ പദ്ധതിയിലൂടെ നമ്മൾ പുനരധിവസിക്കാൻ വേണ്ടി അതിജീവന ആവശ്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നൽകി പുനരധിവസിച്ചു. അതോടൊപ്പം തന്നെ തരിശായി കിടന്നിരുന്ന 700 ഏക്കർ സ്ഥലമുണ്ട്. അതിലും 387 ഏക്കർ സ്ഥലം നമ്മുടെ കുടുംബശ്രീയിലെ വനിതകൾ അത് ഏറ്റെടുത്ത് അത് 3 സെന്റ് മുതൽ വ്യക്തിപരമായിട്ടും ചെയ്യുന്നുണ്ട്, ഗ്രൂപ്പായിട്ടും ചെയ്യുന്നുണ്ട്. 3 സെന്റ് മുതൽ 5 ഏക്കർ വരെ ചെയ്യുന്ന ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ അത് പലതരത്തിലുള്ള കൃഷികളാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയും കുറെ പേര് ഉപജീവനമാർഗം തേടുന്നുണ്ട്. പിന്നെ സംരംഭം 86 സംരംഭം ഇപ്പം നിലവിലുണ്ട്. അതിലൂടെയും നമ്മുടെ തീരദേശ വനിതകൾ അടക്കമുള്ള ആളുകൾ അവരുടെ ഉപജീവനമാർഗം, കാരണം അവിടെ തീരദേശ മേഖല എന്ന് പറഞ്ഞാൽ തന്നെ അവിടുത്തെ സ്ത്രീകൾ നമുക്ക് ഇങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുവരാൻ വളരെയധികം പ്രയാസമായിരുന്നു. അവർക്ക് വേണ്ടി പ്രത്യേക പദ്ധതികളുണ്ടോ? ആ പദ്ധതികൾ നമ്മൾ തീരദേശത്തിന് വേണ്ടിയിട്ട് പ്രത്യേക നമ്മൾ പദ്ധതികൾ നമ്മൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അതായത് അത് വനിതകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ വനിതകൾക്ക് ഒരു പുനർജനി എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി ഉണ്ട്. അപ്പം അത് പുനർജനിയിൽ പിന്നെ ഇപ്പം പെയിന്റിങ്ങിന്റെ ആണ്, ഡിസൈനിങ് പെയിന്റിംഗ് ആണ് ഇപ്പൊ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. സാരി ഡിസൈനിങ് അല്ല, ഈ പെയിന്റിങ്ങിന്റെ ഡിസൈനിങ് തന്നെ, വീടുകൾക്കുള്ള പെയിന്റിംഗ് ആണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ 5 വനിതകളെ ഗ്രൂപ്പ് ഞങ്ങൾ രൂപീകരിച്ചു. ആ പെയിന്റ് ചെയ്യുന്ന ഇത് 2 മാസത്തെ കോഴ്സാണ് അവർക്ക്. അത് നമ്മുടെ പരിശീലനത്തിന്റെ പരിപാടിയാണ്. പരിശീലനം നമ്മളെ എറണാകുളമുള്ള ഒരു SB ഗ്ലോബൽ എന്ന് പറഞ്ഞിട്ടുള്ള ട്രെയിനേഴ്സ് ആണ് അവർക്ക് ട്രെയിനിങ് കൊടുത്തത്. അത് കഴിഞ്ഞാൽ അവര് നേരിട്ട് അവര് ജോലിയിൽ ഏർപ്പെടും ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ലോക്കലായി കൊണ്ട് അവർക്ക് പിന്നെ ഈ ജോലിയിലേക്ക് അവർക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ട്രെയിനിങ് കഴിഞ്ഞു? ട്രെയിനിങ് കഴിഞ്ഞിട്ടില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ് അവർക്ക്. ആശ്രയാണ് നിങ്ങളുടെ ആദ്യത്തെ ഡോക്യുമെന്ററി. അത് കണ്ടിട്ട് നമുക്ക് തുടരാം. ശാരീരികവും മാനസികവുമായ വൈകല്യങ്ങൾ അനുഭവിക്കുന്ന നിരവധി പേർക്ക് ആശ്രയമാവുകയാണ് താനൂർ CDSന്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ. ആശ്രയ പദ്ധതിയുടെ ദൃശ്യങ്ങളൊന്ന് കണ്ടിട്ട് മടങ്ങിവരാം. താനൂർ പഞ്ചായത്തിലെ നിരാലംബരായ കുടുംബങ്ങൾക്ക് ആശ്വാസമാവുകയാണ് കുടുംബശ്രീ വനിതകളുടെ കാരുണ്യ പ്രവർത്തനങ്ങൾ. ആശ്രയ പദ്ധതിയിലൂടെ ആദ്യഘട്ടം 77 കുടുംബങ്ങളെ ഉൾപ്പെടുത്തി വിജയകരമായി പൂർത്തീകരിക്കുകയുണ്ടായി. ചെറിയ ഒരു ചായ്പിൽ 4 പെൺമക്കളുമൊത്തു കഴിഞ്ഞിരുന്ന ആസറുമ്മയ്ക്കും കുടുംബത്തിനും സമാധാനത്തോടെ കിടന്നുറങ്ങാൻ ഒരു വീട് വെച്ച് നൽകുകയായിരുന്നു താനൂർ കുടുംബശ്രീ. ആദ്യം ചെറിയൊരു സെറ്റാണ് അയക്കുന്നത്. അതിങ്ങനെ ആശ്രയ പദ്ധതി നമുക്കത് തന്നപ്പോ നമ്മൾ 4 പെണ്ണും എന്റെ തന്തയും തള്ളയുണ്ട്. അതുകൊണ്ട് നമ്മൾ കൂടി ജീവിച്ചു പോയിരിക്കുന്നത്. രോഗിയായ ഭർത്താവിനും പെൺമക്കൾക്കുമൊപ്പം അല്ലലില്ലാതെ കഴിയാൻ യത്നിക്കുകയാണ് ആസറുമ്മ. ആകെയുണ്ടായിരുന്ന മകൻ ഉപേക്ഷിച്ചതിനാൽ വാർദ്ധക്യകാലത്ത് ജീവിതത്തിൽ ഒറ്റപ്പെട്ടുപോയ ബീവാത്തുമ്മയ്ക്ക് താങ്ങും തണലുമായത് കുടുംബശ്രീ വനിതകളാണ്. 2 ലക്ഷം ഉറുപ്പ്യ തരട്ട് പിന്നെ നാട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടി ഒരു വീട്, ചെറിയൊരു വീടാക്കി തന്നു. കുടുംബശ്രീയിൽ കൂടിയത് കൊണ്ടാണ് എനിക്കിതെല്ലാം കിട്ടിയത്. ചെറിയ ഒരു കുടിലിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടിക്കഴിഞ്ഞ ബീവാത്തുമ്മയെ കുടുംബശ്രീ ഏറ്റെടുക്കുകയായിരുന്നു. സ്വന്തമായി ഒരു വീട് വെച്ച് നൽകിയത് കൂടാതെ ഭക്ഷണം, വസ്ത്രം, ചികിത്സ തുടങ്ങിയ സഹായങ്ങളും കുടുംബശ്രീ ബീവാത്തുമ്മയ്ക്ക് നൽകുന്നു. 40 ലക്ഷം നീക്കിവെച്ച പദ്ധതിയിൽ 39 ലക്ഷം രൂപയും ചിലവഴിക്കുകയുണ്ടായി. 60 ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തിയ 2ാം ഘട്ടത്തിൽ 1.5 കോടിയോളം രൂപയുടെ പദ്ധതി തയ്യാറാക്കി. തുടർ സേവനത്തിൽ ഉൾപ്പെടുത്തിയ 6 കുടുംബങ്ങളടക്കം മൊത്തം 66 കുടുംബങ്ങൾ ഇപ്പോൾ പദ്ധതിയിൽ ഉൾപ്പെടുന്നു. മാസം തോറും പോഷകാഹാര വിതരണം, ഭക്ഷണം,
വസ്ത്രം തുടങ്ങിയവ ഗുണഭോക്താക്കൾക്ക് കൃത്യമായി നൽകി വരുന്നു. രോഗികൾക്ക് ചികിത്സാ സഹായവും മെഡിക്കൽ ക്യാമ്പുകൾ തുടങ്ങിയ ആരോഗ്യ സേവനങ്ങളും CDS നൽകുന്നുണ്ട്. ഇത് വലിയൊരു രീതിയിൽ മറ്റ് പല പഞ്ചായത്തുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് വലിയൊരു നമ്പർ ഞങ്ങൾ ആശ്രയയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെയും കുടുംബശ്രീയുടെയും കൂടെയുള്ള സഹകരണത്തോടെയുള്ള ഒരു പരിപാടിയാണ്. ഇതിൽ പഞ്ചായത്തിൻ്റെ പങ്കിൻ്റെ അപ്പുറത്ത് കുടുംബശ്രീയുടെ പങ്ക് എന്താണ് ഇതിൽ? ആദ്യ ഒന്നാം ഘട്ട ആശ്രയ പദ്ധതിയിൽ 77 ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തിയിട്ട് 40 ലക്ഷം രൂപ പിന്നെ പ്രൊജക്ട് വെച്ച് 30 ലക്ഷം രൂപ ചെലവഴിച്ച്. രണ്ടാം ഘട്ടം തുടങ്ങിയപ്പോൾ 60 ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി പിന്നെ 1,44 ലക്ഷം രൂപ പ്രൊജക്ട് വെച്ച് 88,50,000 രൂപ ചെലവഴിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ബാക്കി രണ്ടാം ഘട്ടത്തിൽ ഇപ്പോൾ തുടർ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുണഭോക്താക്കളുടെ തെരഞ്ഞെടുപ്പ് ഗ്രാമസഭ വഴിയാണോ? ഗുണഭോക്താക്കളെ തെരഞ്ഞെടുപ്പ് ആദ്യം കുടുംബശ്രീ വഴി പിന്നെ ഞങ്ങൾ സർവേ ചെയ്തു. പിന്നെ അത് പിന്നെ ഗ്രാമസഭയിലും പഞ്ചായത്തിലെ വിലയിരുത്തൽ സമിതിയിലും ഒക്കെ വെച്ചിട്ട് പിന്നെ പ്രൊജക്ട് തയ്യാറാക്കി. അങ്ങനെയാണ് ഗുണഭോക്താക്കളെ ആളെ കണ്ടെത്തിയത്. സ്വയം ജോലിയെടുത്ത് ജീവിക്കാൻ കഴിയാത്തവരാണോ അതോ അത് സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്ന ആട് വളർത്തല്, അതുപോലെ തന്നെ പിന്നെ നമ്മൾ ഈ വിറക് വിൽപ്പന നടത്തുന്നുണ്ട്. വിറക് വെച്ച് കൊടുത്തിട്ട് അങ്ങനെ വിൽപ്പന നടത്തുന്ന സ്ത്രീകളുണ്ട്. അതുപോലെ അങ്ങനെ ആശ്രയ പദ്ധതിയിലുള്ള അപ്പൊ അങ്ങനെ ഇതുള്ള ആളുകൾ അവരെ വീട്ടുമുറ്റ ആ ഇതിൽ തന്നെ നമ്മൾ അങ്ങനെ ഒരു ഇത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടുതലും നമ്മൾ ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്തുന്നത് ഇപ്പോൾ ഒരു വിധവയായ അമ്മയാണെങ്കിൽ അവർക്ക് പെൺകുട്ടികൾ ആയിരിക്കും. അപ്പൊ അവരെ കൂടുതൽ നമ്മൾ കണ്ടെത്തിയിട്ട് മുൻഗണന കൊടുത്തിട്ട് അങ്ങനെ പിന്നെ ആള് വേറൊരു കുടുംബമാണെങ്കിൽ അവര് ഒന്നും പണി ചെയ്യാനോ അല്ലെങ്കിൽ നോക്കാൻ ആരും ഇല്ലെങ്കിൽ അങ്ങനെ ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഭർത്താവ് ഉണ്ടെങ്കിൽ ഭർത്താവിന് തന്നെ സുഖമില്ലാതെ ഇരിക്കുമ്പോൾ ആ വീട്ടിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അല്ല അങ്ങനെ നമ്മള് പിന്നെ അതിൽ അവരെ എങ്ങനെയാണ് അവർക്ക് ഏത് വഴിയിലൂടെയാണ് ആശ്രയയില് പിന്നെ ഫണ്ട് കൊടുക്കേണ്ടത് അങ്ങനെ ആണ് കൊടുക്കുന്നത്. ഇവര് ഈ പറഞ്ഞ നിങ്ങൾ കാണിച്ച ഡോക്യുമെന്ററിയിൽ പൊതുജനങ്ങളിൽ നിന്നുള്ള സഹായം പറഞ്ഞു. പൊതുജനങ്ങളിൽ നിന്നുള്ള ധനസമാഹരണം എങ്ങനെയാ ചെയ്യുന്നത്? പൊതുജനങ്ങളിൽ എന്ന് വെച്ചാൽ അവർക്ക് വീട് പണി പൂർത്തിയാക്കാൻ നമ്മൾ കൊടുക്കുന്ന ഈ 2 ലക്ഷം കൊണ്ട് തികയൂല. അപ്പൊ നമ്മൾ സന്നദ്ധ സംഘടന ഉണ്ട്. നമ്മളെ ഈ പിന്നെ മെറ്റല്, സിമെന്റ്, അതുപോലെ പൂഴി ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊടുത്തിട്ടാണ്, അല്ല കാശായിട്ടല്ല, അങ്ങനെ ഇറക്കി കൊടുത്തിട്ട് അവരെ വീട് പണി പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. ജോലി ചെയ്താരെങ്കിലും സഹായിക്കുമോ വീട് പണിയുമ്പോൾ? ജോലി വാങ്ങാതെ ജോലി ചെയ്ത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ കൊടുത്തിട്ടാണ് അവിടെ വീട് പണി. ജോലി ചെയ്തിട്ട് അങ്ങനെ സഹായിക്കുന്ന പിന്നെ സംഘടനകളുണ്ട്. ഒന്നിച്ചിട്ട് ഇപ്പൊ കല്ല് പടവ് ചെയ്യുന്ന ടീം നിലംപണി ചെയ്തു കൊടുക്കണ, പിന്നെ ഈ ആശാരിപ്പണി അങ്ങനെയുള്ളത് ഒരു സംഘടന രൂപത്തിൽ ഒന്നിച്ച് സംഘങ്ങൾ വന്നിട്ട് അങ്ങനെ ചെയ്തു കൊടുക്കണ. ആശ്രയിലല്ലാതെ വിധവകൾ ഇല്ലേ? അവരുടെ വല്ല സ്പെഷ്യൽ അയൽക്കൂട്ടം വല്ലതും ഉണ്ടോ? സ്പെഷ്യൽ അയൽക്കൂട്ടത്തിലുണ്ട്. അതാണ് പിന്നെ പുനർജനിയിലൂടെ അവർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അവരൊക്കെ വിധവകളോ അല്ലെങ്കിൽ ഭർത്താവോ? അതെ, ഭർത്താവ് ഉപേക്ഷിച്ചവര്, വിധവകള്, ഭർത്താവ് പിന്നെ പണി ചെയ്യുന്ന 5 ഗ്രൂപ്പ് ഉണ്ട്. ഓരോന്നിലും എത്ര കാണും? 10-20 മെമ്പർ കാണും? ഇല്ല, 10 പേരുള്ളൂ. 10 ഗ്രൂപ്പിൽ. അപ്പൊ 50 പേരോളം. അത് ശരി. അടുത്തത് സംഘകൃഷിയാണ് നിങ്ങളുടെ പ്രധാന ഒരു പ്രവർത്തനം അല്ലേ? അപ്പൊ സംഘകൃഷി കൂടി കണ്ടിട്ട് തുടരാം. സംഘകൃഷിയിലൂടെ താനൂരിന്റെ കൃഷിഭൂമിയിൽ വിപ്ലവം തീർത്തിരിക്കുകയാണ് താനൂർ CDS അംഗങ്ങൾ. നമുക്കിനി കൃഷി കാഴ്ചകളായാലോ? താനൂരിലെ കൃഷിയിടങ്ങളിൽ സ്ഥിരോത്സാഹവും സംഘബോധവും ഒരുമിപ്പിച്ച് വനിതാ കർഷകർ നടത്തുന്ന കാർഷിക മുന്നേറ്റത്തിന്റെ കഥയാണ് താനൂർ CDSന് പറയാനുള്ളത്. 86 ഗ്രൂപ്പുകളിലായി മൊത്തം 960 വനിതകൾ താനൂർ CDSന് കീഴിൽ സംഘകൃഷിയിൽ ഏർപ്പെടുന്നു. 375 ഏക്കറിലായി വ്യാപിച്ചു കിടക്കുന്ന സംഘകൃഷിയിലൂടെ നെല്ല്, പച്ചക്കറികൾ, വാഴ, കപ്പ തുടങ്ങിയവ ഇവർ വിളയിച്ചെടുക്കുന്നു. 960 വനിതകൾക്കും കുടുംബശ്രീ കാർഷിക പരിശീലനം നൽകി. കൃഷിഭവൻ മുഖേന സബ്സിഡി നിരക്കിൽ വളവും സൗജന്യമായി വിത്തും വിതരണം ചെയ്തു.
നാളിതുവരെയായി 67 ലക്ഷം രൂപ സംഘകൃഷിക്കാർക്ക് വായ്പയായി നൽകാൻ CDSന് സാധിച്ചിട്ടുണ്ട്. ചില ഗ്രൂപ്പുകൾ 3 ലക്ഷം രൂപ വരെ ലോൺ എടുത്തിട്ടുണ്ട്. വിസ്തൃതി ബോണസ് ഇനത്തിൽ 7,60,000 രൂപയും ഉൽപാദന ബോണസായി 3 ലക്ഷം രൂപയും കർഷകർക്ക് ഇതിനകം വിതരണം ചെയ്തു. 56 പേരുണ്ട്. 100 ഏക്കർ സ്ഥലത്താണ് കൃഷി നടത്തുന്നത്. വാഴ, ചേന, ചേമ്പ്, നെല്ല്, പയറ്, കയ്പ, ചെരങ്ങ, മറ്റുള്ള കൃഷികളെല്ലാം ഉണ്ട്. അത് ഒരു വരുമാനം എല്ലാതും കൂടെ എടുക്കുമ്പോൾ 25,000 അടുത്ത് വരുന്നുണ്ട്. എത്രയാണെന്ന് കൂടുതലായിട്ട് പറയാൻ പറ്റില്ല. നഷ്ടങ്ങളും ലാഭങ്ങളെല്ലാം ഉണ്ട്. ചുരയ്ക്ക കൃഷിയുടെ അവസാനഘട്ട വിളവെടുപ്പാണ് ഇത്. സംഘകൃഷി നടത്തുന്ന 4ാം വാർഡിലെ ഹരിശ്രീ ഗ്രൂപ്പുകാർ മികച്ച സംഘകൃഷി ഗ്രൂപ്പുകളിൽ ഒന്നാണ്. പ്രധാനമായും ചേന, ചേമ്പ്, പാവൽ, പയർ, വെള്ളരി തുടങ്ങിയവയാണ് ഇവർ കൃഷി ചെയ്യുന്നത്. വൻതോതിൽ പടവലം കൃഷി ചെയ്യുന്ന തിരുവാതിര ഗ്രൂപ്പിൽ 4 അംഗങ്ങളാണുള്ളത്. ഭൂമി പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ഇവർ പൂർണ്ണമായും ജൈവ കൃഷിയാണ് നടത്തുന്നത്. 4ാം വാർഡിലെ യമുന ഗ്രൂപ്പ് മൊത്തം 2.5 ഏക്കറിൽ കൃഷി ചെയ്യുന്നു. 1 ഏക്കറിൽ പച്ചക്കറിയും 1.5 ഏക്കറിൽ കപ്പയും കൃഷി ചെയ്യുന്നു. വീടിന്റെ അകത്തളങ്ങളിൽ കഴിഞ്ഞുകൂടിയ ഇവർ കുടുംബശ്രീയിലൂടെ കർഷകരായി, വരുമാനമുള്ള വ്യക്തിത്വങ്ങളായി, നാട്ടിലും വീട്ടിലും മതിപ്പുള്ളവരായി മാറിയ നല്ല വാർത്തയാണ് താനൂരിലെ ഈ സംഘകൃഷി കർഷകർ നമ്മോട് പങ്കുവയ്ക്കുന്നത്. ചുരക്കയാണ് പ്രധാന കൃഷി. എന്താ അത് കൂടുതൽ വിളവ്? അത് ഒരു കൃഷി അവർ പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തതാ. 2.5 ഏക്കർ സ്ഥലത്ത് അതിൽ പന്തല് കെട്ടാൻ തന്നെ 70,000 രൂപ ചെലവായി. ബാക്കി വളങ്ങളും കൂലി എല്ലാം കൂടെ ചെയ്തപ്പോ 1,70,000 രൂപ അവർക്ക് ചെലവ് വന്നിട്ടുണ്ട്. ലാഭം ഒരു 1,400 കിലോ മുതൽ വിളവെടുപ്പ് ഉണ്ടായിട്ടുണ്ട്. അവസാനം 450 കിലോ വരെ ചെയ്തിട്ടുണ്ട്. തുടക്കത്തിൽ 16 രൂപയൊക്കെ 1 കിലോയ്ക്ക് കിട്ടിയിരുന്നു. പിന്നെ ഇപ്പോൾ ഡിമ്മായി അവസാനമൊക്കെ എത്തിയപ്പോൾ 4-5 രൂപയ്ക്കൊക്കെ കൊടുത്തുള്ളത്. പക്ഷെ അവർക്ക് ഒരു മാസം 25,000 രൂപ എല്ലാതും കഴിഞ്ഞിട്ട് ലാഭം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ഞങ്ങൾ 4 പേര് ചേർന്നിട്ടാ. ഒരു ഹേമലത, ശാന്തകുമാരി, ഞാൻ, വിജയലക്ഷ്മി. അപ്പം ഞങ്ങള് ഒരു ഏക്കർ സ്ഥലത്താണ് ഞങ്ങൾ ചെയ്യുന്നത്. തറവാട്ടിലെ സ്ഥലം പാട്ടത്തിനെടുത്തിട്ട് ചെയ്യാം. അപ്പം ജൈവവളം മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. പിന്നെ വിജയലക്ഷ്മിയുടെ വീട്ടില് പശുവുണ്ട്. പശുവിന്റെ ചാണകം അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. എനിക്ക് ആട് ഗ്രാമത്തിലുണ്ട് ഞാൻ. അപ്പൊ ആട്ടിൻ കാഷ്ടം മൂത്രമൊക്കെ നമ്മൾ അതിനുപയോഗിക്കും. ഇതിന് മുൻപ് കൃഷിപ്പണി ചെയ്തിട്ടുണ്ടോ? ഞാൻ കല്യാണം കഴിഞ്ഞ് ഇപ്പൊ ഈ കുടുംബശ്രീ വന്നപ്പോ JLG ഗ്രൂപ്പ് എല്ലാവരും ഇങ്ങനെ രൂപീകരിക്കുന്നുണ്ടപ്പോ വെറുതെ വീട്ടിലിരിക്കുകയാണെങ്കിലും നമുക്ക് വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ഇങ്ങനെ കഴിയാം. അപ്പൊ വേറെ എങ്ങടെയെങ്കിലും ഒരു പ്രീ ഡിഗ്രി തോറ്റൊരാൾക്ക് വലിയൊരു ജോലിയൊന്നും കിട്ടില്ല. പിന്നെ അങ്ങനെ കടയിലേക്ക് വേറെ എങ്ങോട്ടൊന്നും ഹസ്ബൻഡ് പറഞ്ഞയക്കില്ല. അപ്പൊ ഞാൻ ആലോചിച്ചു വീട്ടിലിരുന്നിട്ട് നമുക്ക് 10 രൂപ വരുമാനം ഉണ്ടാക്കാനുള്ളൊരു പദ്ധതി ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് JLG തുടങ്ങിയത്. അപ്പൊ ആദ്യം ഞാൻ 2 തടം 3 തടമൊക്കെ ഉണ്ടാക്കാറുള്ളൂ. അപ്പൊ തോന്നി അല്ല ഇതിപ്പോ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ നമ്മൾ കുടുംബക്കാർക്ക് കൊടുക്കും, അടുത്തുള്ളവർക്ക് കൊടുക്കും. അപ്പൊ തോന്നി അല്ല കുറച്ചും കൂടെ ചെയ്താലും. അങ്ങനെ ഗ്രൂപ്പ് രൂപീകരിച്ച് ഞങ്ങൾ 4 പേരും കൂടെ നന്നായി ചെയ്തു. ഇതില് വേറെ ആരെങ്കിലും JLG-യിലുണ്ടോ? JLG-യില് ബിസിനസ് ഉണ്ട്. എന്താണ് പറയുന്നത് നിങ്ങളുടെ ഒരു അനുഭവം? കൃഷി വാഴ ചെയ്യുന്നുണ്ട്, മഞ്ഞള്, പിന്നെ ചേമ്പ്, ചേനയൊക്കെ ചെറുതായിട്ട് ചെയ്യുന്നുണ്ട്. പച്ചക്കറി ചെറുതായിട്ട് വിൽക്കാനുണ്ടോ? അത് വിൽക്കാൻ കുറച്ച് ബൾക്കായിട്ട് ചെയ്യുന്നില്ല. ചെറിയൊരു 50 കൂടുതലും നിങ്ങളുടെ ആവശ്യത്തിനും കുറച്ച് പുറത്ത് കൊടുക്കാനും. പറയൂ എത്ര സ്ഥലം? വാഴ 2 ഏക്കർ ചെയ്തിട്ടുണ്ട്. റോബസ്റ്റ്, ഞാലിപ്പൂവനം, പിന്നെ മഞ്ഞള് 2 ഏക്കർ ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ വിളവെടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ 4 ഏക്കറോ? ഈ എത്ര പേരാണ് നിങ്ങളെ ഗ്രൂപ്പിൽ? 6 പേര്. 6 പേരും കൂടെ 4 ഏക്കർ ചെയ്യും. എന്നിട്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് ഒരു ദിവസത്തെ ദിനക്രമങ്ങൾ എന്തൊക്കെയാണ്? എത്ര മണിക്കൂർ ഇതിനു വേണ്ടി ചെലവഴിക്കണം? വാഴയ്ക്കൊക്കെ ആകുമ്പോൾ ദിവസം പോകണ്ടല്ലോ. അപ്പൊ വളമിടുന്ന സമയത്ത് വളമിട്ടിട്ട് നനയ്ക്കണ 1.5 ഇട്ടിട്ട് നനയ്ക്കും.
പിന്നെ മഞ്ഞളാകുമ്പോൾ അത് ഒരിക്കൽ വളം വെച്ച് 2-3 പ്രാവശ്യം വളം വെക്കേണ്ടുള്ളൂ. സ്ത്രീകളുടെ പേരിലാണെങ്കിലും ജോലി ചെയ്യുന്നത് ഭർത്താക്കന്മാരാണോ? ഭർത്താക്കന്മാരെ ജോലി ചെയ്യണവർ തന്നെയാണ്. അല്ല, ഈ കൃഷിയില് ഇല്ല സ്ത്രീകൾ ഞങ്ങൾ 6 പേര്. നിങ്ങൾ വേറെ ആരും തൊടിക്കില്ല? എന്താ പറയുന്നു ഇപ്പൊ കൃഷിക്കേ അവിടെ ഇപ്പൊ ഗൾഫിൽ പോകുന്ന ആൾക്കാർ കൂടുതൽ കാണുമല്ലോ അല്ലേ? അപ്പൊ അവരൊക്കെ തരിച്ചിട്ടിട്ടാണോ പോകുന്നത്? അല്ലല്ല. അപ്പൊ ഇത് നമ്മളിപ്പോ ഇവരെ പ്രോത്സാഹനത്തോടു കൂടി ഏറെക്കുറെ ഭൂമികളൊക്കെ തന്നെ കൃഷിയോഗ്യമാക്കത്തക്ക രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഉടമസ്ഥർക്ക് മടിയുണ്ടോ കൊടുക്കാനായിട്ട്? ഇല്ല ഉടമസ്ഥർക്ക് മടിയൊന്നുമില്ല. വളരെ സന്തോഷത്തോട് കൂടിയിട്ട് അതിന് ഇവർക്ക് ഇങ്ങനെ കൊടുക്കുമ്പോ പഞ്ചായത്ത് എന്തെങ്കിലും അതിനു വേണ്ടി ചെയ്യണുണ്ടോ? പഞ്ചായത്തിന്റെ ഭാഗത്ത് സഹായം ചെയ്ത് കൊടുക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും അത് കളമൊരുക്കി കൊടുക്കുന്നതൊക്കെ ചെയ്യും. അല്ല, നിങ്ങൾ ഈ സ്ഥലം എടുത്തു കൊടുക്കാനേ അതൊരു റിട്ടേൺ എഗ്രിമെന്റ് ആണോ ചോദിക്കുക? അല്ല കൺസെന്റ് വാങ്ങി കൊടുക്കാം. അത് വാക്കാലുള്ള ചെയ്ത് കൊടുക്കാം. ഇതിൽ എന്താണ് കൃഷി ചെയ്യേണ്ടതെന്ന് ആരാണ് തീരുമാനിക്കുന്നത്? ഉദാഹരണമായിട്ട് ഇത്രയും സ്ഥലത്ത് ചരക്ക കൃഷി ചെയ്യാം, പടവലങ്ങ കൃഷി ചെയ്യാൻ തീരുമാനിക്കുന്നതാണോ? അല്ല, പരിശീലനങ്ങൾ കൊടുത്തിരുന്നു. നമ്മൾ 3 തരത്തിൽ പരിശീലനം കൊടുത്തിരുന്നു. ടെക്നിക്കലായിട്ടും പിന്നെ അതേപോലെ തന്നെ ഈ കീടങ്ങളെ പറ്റിയിട്ടുള്ള വിഷ്വലായിട്ടുള്ള ട്രെയിനിങ് കൊടുത്ത് പിന്നെ അങ്ങനെ 2-3 ഐറ്റം ട്രെയിനിങ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയും കൃഷിയിലേക്ക് അവർ ജനങ്ങൾ എത്തിപ്പെടാനുള്ള അവർക്ക് ഇതിനു വേണ്ട സാങ്കേതികത നമ്മൾ കുടുംബശ്രീ മുഖേന പരിശീലനം. ഈ സംഘകൃഷിയിൽ നെൽകൃഷി ചെയ്യുന്ന എത്ര ഗ്രൂപ്പ് ഉണ്ട്? 38 ഗ്രൂപ്പ്. 38 ഗ്രൂപ്പുകൾ നെൽകൃഷി മാത്രം കൃഷി ചെയ്യുന്നുണ്ട്. നെൽകൃഷി പുഞ്ചകൃഷി അവിടെ കൂടുതൽ ചെയ്യുന്നുണ്ട്. 3 ഐറ്റത്തിലുള്ള കൃഷിയാണ് ചെയ്യല്. പിന്നെ പുഞ്ച, വിരിപ്പ്, പിന്നെ മുണ്ടകൻ. 3 പൂവ് കൃഷി ചെയ്യുന്നു. 3 പൂവിലാണ് അവിടെ. അത്രയ്ക്ക് വെള്ളമുണ്ട്? അല്ല, വെള്ളമില്ലാത്ത ഭാഗങ്ങൾ സമയങ്ങളിൽ അവിടെ പുഞ്ച ചെയ്യും. അത് ശരി. ഈ വടക്കാഞ്ചേരിയിൽ പോയവരാരെങ്കിലും ഉണ്ടോ അതില്? 1, 2 അല്ലേ? അവിടെ പോയിട്ട് എന്തൊക്കെയാ കണ്ട? അവിടെ പോയിട്ട് ഞങ്ങൾ ആദ്യം വെച്ചാല് ഞങ്ങള് തൊഴിലുറപ്പിലൂടെ 40 ദിവസം 50 ദിവസം പണിയായവരും പിന്നെ 18-നും 50-നും വയസ്സിനും ഇടയിലുള്ള സ്ത്രീകളെയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഇതിന്റെ ഒരു ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ഞങ്ങളത് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങൾ പേര് കൊടുത്തു. പിന്നെ ആദ്യത്തെ 2 ദിവസത്തെ ട്രെയിനിങ്ങിന് പോയി. അവിടുന്ന് എല്ലാ ചെന്നപ്പോ അവിടുന്ന് വിഷ്വലായിട്ട് എല്ലാം കാണിച്ചു തന്ന് എല്ലാ ക്ലാസ്സുകളൊക്കെ അവര് ആദ്യം ക്ലാസ് ട്രെയിനിങ് ആണ് ആദ്യം തന്നത്. 2 ദിവസത്തെ പരിശീലനം ക്ലാസ് ട്രെയിനിങ് ആയിരുന്നു. അപ്പൊ അവരതെല്ലാം കാണിച്ചു തന്നപ്പോ ഞങ്ങള് പാടത്തേക്ക് ഇറങ്ങിയിട്ടുള്ള ഒരു പരിചയമൊന്നും ഇല്ല. അപ്പോ ഒരു ഇങ്ങനെ പറഞ്ഞപ്പോ അതിന്റെ ഇഷ്ടാനുസരണം ഞങ്ങള് ഇറങ്ങി തിരിച്ചതായിരുന്നു. പാടത്ത് ട്രെയിനിങ് തന്നു. 8 വരി നടിയിൽ യന്ത്രം ഉപയോഗിച്ചിട്ട് അവിടെ തന്നെ? അല്ല, അതവിടെ നിങ്ങളുടെ വീട് ഈ നടീൽ യന്ത്രം ഉപയോഗിച്ചിട്ട് ആദ്യം 2 ദിവസം അവിടെ തന്നെ. പിന്നെ 14 ദിവസം ഗ്രീൻ ആർമിന്ന് ഇവിടെ സാറുമാര് വന്നിട്ട് 14 ദിവസം തീരദേശ വനിതകൾ അടക്കണ്ടായിരുന്നു. ഗ്രീൻ ആർമി, അവരുടെ ഗ്രീൻ ആർമി കണ്ടിട്ട് എന്ത് തോന്നി? ഗ്രീൻ ആർമി ഭയങ്കര ഒരു പട്ടാള ചിട്ടയോടുകൂടെ നല്ല ഒരു ശാക്തീകരണമായിട്ട് അവര് മുന്നോട്ട് വരുമാനത്തിലും എല്ലാ മേഖലയിലും അവര് മുന്നോട്ട് പോയത്. അതുപോലെ ഞങ്ങളും പിടിച്ചു നിൽക്കാൻ അതുപോലെ ഞങ്ങളൊരു ഗ്രീൻ ആർമി സംഘടനയായിട്ട് ഞങ്ങള് ഇപ്പൊ പിന്നെ ഒരു 2 ദിവസത്തെ ക്ലാസ് പിന്നെ കിട്ടി. അങ്ങനെ 18 ദിവസം പൂർത്തീകരിച്ച് സർട്ടിഫിക്കറ്റ് കിട്ടി. അങ്ങനെ ഞങ്ങൾ ബ്ലോക്കില് BDO അവരുടെ സഹായത്തോടെ ഞങ്ങള് ലേബർ ബാങ്ക് രൂപീകരിച്ചു. പിന്നെ അവിടെ യൂണിഫോം ഒക്കെ ഇറക്കി. ഞങ്ങള് 12 ഏക്കർ പിന്നെ കൃഷിസ്ഥലം ഞങ്ങളായിട്ട് പിടിച്ചെടുത്ത് പിന്നെ നടീൽ യന്ത്രം സ്ത്രീകൾ ഞങ്ങള് കണ്ടെത്തി. പിന്നെ ശരിയാണ്, കണ്ടെത്തി ഞങ്ങൾ ചെയ്ത് നടീൽ ചെയ്തു. ഞങ്ങൾക്ക് ഒരു അറിവില്ലായിരുന്നു. ഞങ്ങൾ ആ അറിവ് ഈ കിട്ടിയ 15 ദിവസത്തെ ട്രെയിനിങ് ഉപയോഗിച്ചിട്ട് ഞങ്ങൾ നടീൽ ചെയ്ത് ഇപ്പൊ കൊയ്ത്ത് വിളവെടുപ്പിന്റെ സമയമായി. നല്ല കുഴപ്പമില്ലാത്ത വെച്ചാല് ഈ യന്ത്രത്താല ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ കൈ കൊണ്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ വിളവെടുപ്പ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. കൈ കൊണ്ട് ചെയ്യുന്നതിനേക്കാൾ അകലം കൂടുന്നതിനും വരികൾ കൂടുന്നതിനും കാരണം കൂടുതൽ ചെനപ്പുണ്ടാവുന്ന കാരണം കൂടുതൽ വിളവെടുപ്പ് ഉണ്ടാകും. ഇപ്പൊ ഇനി വിളവെടുപ്പ് കഴിഞ്ഞാലേ ആ വിളവെടുപ്പ് എങ്ങനെയാണെന്നുള്ളത് പറയാൻ സാധിക്കും. കൊയ്ത്ത് യന്ത്രമല്ല, പിന്നെ നടീൽ യന്ത്രം. ഇനി ഇതിന്റെ ശേഷം കൊയ്ത്ത് യന്ത്രത്തിന്റെ പദ്ധതി വരുന്നുണ്ട്. അത് പരിശീലനം. പിന്നെ തെങ്ങ് കയറ്റ പരിശീലനം വരുന്നുണ്ട്. പിന്നെ ഡ്രൈ സീഡർ ഉപയോഗിച്ചിട്ട് ഇപ്പൊ വിരിപ്പ്, ഈ വിഷു കഴിഞ്ഞാൽ വിരിപ്പ് ചെയ്യാനുള്ള ഒരു പദ്ധതി ഞങ്ങളോട് MKS പറഞ്ഞിരുന്നു. പക്ഷെ അത് അവിടെ ഈ വെള്ളം ഇപ്പൊ ഈ വിരിപ്പ് ഇപ്പൊ ചെയ്ത് കഴിഞ്ഞാല്
പിന്നെ ഒരു സെപ്റ്റംബർ മാസത്തിലാണ് കൊയ്ത്ത് വരിക. അപ്പോൾ വെള്ളം കൂടുതൽ വരുന്നത് കൊണ്ട് അവിടെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ കൊണ്ട് അങ്ങനെ ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ഡ്രൈ സീഡർ ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. നിങ്ങളുടെ മേഖല തീരദേശ മേഖലയാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ മത്സ്യബന്ധനക്കാർക്ക് വേണ്ടി എന്തെങ്കിലും കുടുംബശ്രീ അവരുടെ ഇടയിലുള്ള സ്ത്രീകൾക്ക്? അത് മത്സ്യം ഉണക്കി വിൽപ്പന നടത്തുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പം അത് പലഹാരങ്ങളുണ്ട്. അതല്ല, ഈ മത്സ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ ഉണക്കി വിൽപ്പന നടത്തുകയാണ്. പിന്നെ അവർ മത്സ്യം മറ്റുള്ള മേഖലയിൽ നിന്ന് ഇറക്കിയിട്ട് അവരവിടെ വളമായിട്ട്. എത്ര ഗ്രൂപ്പ് ഉണ്ട് അവിടെ? 8 ഗ്രൂപ്പ്. 8. ഓരോ ഗ്രൂപ്പിലും അവർ 4 പേര്, അല്ല 5 പേരുണ്ട്. 40 പേര് മത്സ്യവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. ഈ ഉണക്ക മത്സ്യം എവിടെയാണ് വിൽപ്പന നടത്തുന്നത്? അത് അവിടെ അവർ വളമായിട്ട് കൊണ്ടുപോകുന്നത്, അല്ലാതെ വിൽക്കുന്നില്ല. ഇല്ല, ഉണക്കിയിട്ട് ഇത് വളത്തിന് മാത്രമാണ്. അല്ലാതെ നമ്മൾ അതില്ല, അങ്ങനത്തെ ഗ്രൂപ്പ് ഇല്ല. പിന്നെ അവിടെ കൂടുതലും നമ്മൾ പലഹാരങ്ങള്, അതേപോലെ അച്ചാർ യൂണിറ്റ്, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് ചെയ്തു കൊടുത്തിട്ടുള്ളത്. പലഹാരങ്ങൾ അത് നമ്മളെ അവിടെ താനൂരിനൊരു പ്രത്യേകത ഉണ്ട്. കജൂറ, മൂസാങ്കലിയ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5-6 ഐറ്റം ഉണ്ട്. അത് ഗൾഫിലേക്ക് പ്രത്യേകിച്ച് എനിക്കടുത്താണ്, ഞാൻ അത് നമ്മള് പിന്നെ അരിപ്പൊടി കൊണ്ട് മാത്രം ചെയ്യുന്നതാണ്. 1 മാസം 2 മാസമൊക്കെ അത് കേട് കൂടാതെ ഇരിക്കും. അത് ചേരുവകൾ എന്ന് വെച്ചാല് അരിപ്പൊടി, പിന്നെ തേങ്ങ, അതിൽ നെയ്യ് കൂട്ടിയിട്ട് നമ്മൾ കുഴച്ച് ഒരു അച്ചിയിൽ ഇങ്ങനെ എടുത്ത് ചെയ്യുന്ന ഒരു സംഭവമാണ്. അല്ല, അധികം ഉറപ്പുണ്ടാവില്ല. മൂസാങ്കലിയ എന്ന് പറഞ്ഞത് നമ്മൾ വിരകിയിട്ട് ചെയ്യുന്ന സംഭവമാണ്. അതും അരിപ്പൊടിയും കടല എല്ലാം കൂട്ടി അത് വിരകിയെടുക്കണ. എവിടെയാ വിൽപ്പന നടത്തുന്നത്? അവിടെ താനൂരിലെ പ്രദേശങ്ങളിലാണ് അവിടെ കൊടുക്കുന്നത്. പിന്നെ നമ്മൾ അത്യാവശ്യ ഘട്ടങ്ങളിലും മാത്രം ഏതെങ്കിലും കടകൾ മാത്രം അവർക്ക് പിടിച്ചു കൊടുക്കുള്ളൂ. ഇത് 2-3 മാസമൊക്കെ ഇരിക്കുമെങ്കിൽ നമുക്ക് ദൂരേക്കൊക്കെ ഗൾഫിലേക്ക് വരെ കൊടുത്തയക്കുന്നുണ്ട്. ഈ കലിയ, ഈ പിന്നെ ഈ കജൂറ, ചുക്കപ്പം, അതുപോലെ കൊലച്ചിലപ്പം എന്ന് പറഞ്ഞിട്ടൊരു അച്ചപ്പുണ്ട്, അത് കേക്ക് ഉണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ സത്യം പറയുകയാണെങ്കിൽ ഞാൻ അതിലൊരു ഉടമാണ്. ഞാനൊരു പലഹാരം ഉണ്ടാക്കണ മെയിൻ ഒരാളാണ്. ഞാൻ ഇതിൽ വരുന്നതിന്റെ മുന്നേ കജൂറ എന്താണ്? കജൂറ എന്ന് പറഞ്ഞതാണ് ഇപ്പൊ ഈ അരിപ്പൊടി കൊണ്ട് ചെയ്യുന്നത്. അച്ചിയിൽ ഇങ്ങനെ ചെയ്തിട്ട് അത് കുറച്ചുകൂടി വിപുലമായിട്ട് ചെയ്തുകൂടെന്നാ ചോദിക്കുന്നത്. വിപുലമായിട്ട് ഇപ്പൊ 5 പേരടങ്ങുന്ന ഗ്രൂപ്പുകൾ ഇപ്പൊ നമുക്ക് അവിടെ 16 ഗ്രൂപ്പ് ഉണ്ട് ഇങ്ങനെ പലഹാരം ചെയ്യുന്നത്. അത് അവിടെ തന്നെയാണ് വിൽക്കുന്നത് ഈ 16 ഗ്രൂപ്പ്? അത് തൊട്ടടുത്ത പഞ്ചായത്തുണ്ട്, വിൽപ്പന നടത്തുന്നുണ്ട്. മാത്രമുള്ള പലഹാരങ്ങളാണോ? അതെ, കേട്ടിട്ടില്ലല്ലേ? പേരുകളൊന്നും ഞങ്ങൾ കേട്ടിട്ടില്ല. കോഴിക്കോടാണ്. മൂസാങ്കലിയ എന്ന് പറഞ്ഞത് നമ്മളെ താനൂരിന്റെ ഒരു പ്രത്യേകത. മസാല ചക്കര പോലുള്ള അതേപോലെയാണ് ഈ മൂസാങ്കലിയ എന്ന് പറഞ്ഞത്. കജൂറ അതേ കുടുംബത്തിലെ. അതെ, അതിപ്പോ ഞങ്ങളെ താനൂരിലെ മേഖലയിലെ ഒട്ടുമിക്ക വീടുകളിലും അവർ പലഹാരം വിറ്റിട്ടാണ് ഈ ഉപജീവന മാർഗം കണ്ടെത്തുന്നത്. വരുമാനം ഉണ്ടാവുന്നുണ്ടോ സാമാന്യ? ഈ പലഹാരത്തിന് നല്ല വരുമാനമാണ്. കാരണം ഒരു പകുതി പൈസ ചെലവാക്കണം, പകുതി അവർക്ക് ലാഭമാണ്. പിന്നെ ചെയർപേഴ്സൺ, അടുത്തൊരു ഡോക്യുമെന്ററി ഉള്ളത് ഹിദായത്ത് പടക്കക്കൂട് നിർമ്മാണം. അതെന്താ? പടക്കക്കൂട് നിർമ്മാണം. ശരി. താനൂരിലെ കുടുംബശ്രീ പ്രവർത്തകർ നടത്തിവരുന്ന വ്യത്യസ്തമായ ഒരു പദ്ധതിയാണ് ഹിദായത്ത് പടക്കക്കൂട് നിർമ്മാണ യൂണിറ്റ്. നമുക്കിനി ഇതിന്റെ ദൃശ്യങ്ങളൊന്ന് കാണാം. അധികമാരും ഏറ്റെടുത്ത് നടപ്പിലാക്കാത്ത ഒരു തൊഴിൽ വിജയകരമായി നടത്തിക്കൊണ്ടു പോകുന്നതിന്റെ കഥയാണ് ചീരാങ്ക കടപ്പുറത്തെ ഈ സ്ത്രീ കൂട്ടായ്മയ്ക്ക് പറയാനുള്ളത്. ഹിദായത്ത് പടക്കക്കൂട് നിർമ്മാണ യൂണിറ്റ് തീരദേശവാസികളായ 5 സ്ത്രീകൾ ചേർന്നാണ് ഈ പടക്കക്കൂട് നിർമ്മാണ യൂണിറ്റ് നടത്തുന്നത്. ഈ കടലോരവാസികളുടെ ഏക വരുമാന മാർഗം മത്സ്യബന്ധനം മാത്രമാണ്. ഒരാഴ്ച അടുപ്പിച്ച് കടലിൽ പോയില്ലെങ്കിൽ ജീവിതം മുഴുപട്ടിണിയിലാവുന്ന ഇവർക്ക് മറ്റൊരു ജീവിതമാർഗം ഒരുക്കി കൊടുക്കുകയായിരുന്നു കുടുംബശ്രീ. ഞങ്ങൾ അതുകൊണ്ട് ഇന്ന് വലിയ ഒരു സ്ഥാനത്തെത്തി. കാരണം ഞങ്ങളെ കുട്ടികൾക്ക് ആഭരണങ്ങൾ ഉണ്ടാക്കി, ഞങ്ങളെ കുട്ടികളെ കല്യാണ സന്തോഷത്തിൽ കഴിക്കുന്നുണ്ട്.
വറുതിയുടെ കാലമായ മൺസൂൺ കാലത്ത് എന്തുണ്ട് മറ്റൊരു വരുമാന മാർഗം എന്നാരാഞ്ഞ ഒരു കൂട്ടം സ്ത്രീകൾക്ക് ഒരു സ്ഥിര വരുമാനം നൽകിക്കൊണ്ടാണ് ഹിദായത്ത് പടക്കക്കൂട് നിർമ്മാണ യൂണിറ്റ് യാഥാർത്ഥ്യമായത്. കുടുംബശ്രീ ഇവർക്ക് വിദഗ്ധ പരിശീലനം നൽകി. 1.5 ലക്ഷം രൂപ വായ്പയും ഇതിൽ 50,000 രൂപ സബ്സിഡിയും ഇവർക്ക് നൽകി. കഴിഞ്ഞ 5 വർഷം കൊണ്ട് ലോൺ തുക മുഴുവനും ഇവർ അടച്ചു തീർത്തു എന്നത് അഭിമാനകരമായ ഒരു നേട്ടമാണ്. നമ്മുടെ ജീവിതത്തിന് നമ്മൾ നയിക്കണം. അല്ലാതെ ഗവൺമെന്റിൽ നിന്ന് പണം കിട്ടും അത് പറഞ്ഞുകൊണ്ട് കൈ നീട്ടിയിരുന്നാൽ അത് തന്നാൽ അതാണ്ട് വീടണ്ടേ. അപ്പൊ അതിലും ഭേദം നമ്മൾ അതുകൊണ്ട് 10 പൈസ ഉണ്ടാക്കിയാൽ അവർ 10 പൈസ തരുമ്പോ അതുകൊണ്ട് നമ്മൾ ഒരു 25 പൈസ ഉണ്ടാക്കിയെങ്കിലല്ലേ 15 പൈസ കിട്ടുള്ളൂ. നിർമ്മിക്കുന്ന കൂടിന്റെ എണ്ണത്തിനനുസരിച്ചാണ് ഇവരുടെ വരുമാനം. 200 കൂട് നിർമ്മിച്ചാൽ 400 രൂപ വരെ വരുമാനം ലഭിക്കും. വേസ്റ്റ് പേപ്പർ, വീക്കിലികൾ തുടങ്ങി കൂട് നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇവർ തന്നെയാണ് ശേഖരിക്കുന്നത്. ഒരു തരി പൊന്നിടാൻ ഈ ജന്മം സാധിക്കില്ലെന്ന് സങ്കടപ്പെട്ടിരുന്ന നബീസ ഇതിൽ നിന്നുള്ള വരുമാനം സ്വരുക്കൂട്ടിവെച്ച് ഒരു കമ്മൽ വാങ്ങിച്ചു. നമ്മൾ സ്ത്രീകളായാലേ മുറിയിൽ അടിച്ചിരുന്നോണ്ട് കാര്യമുണ്ടോ? അതില്ല. നമ്മൾ പുറത്തിറങ്ങണം, ജോലി എടുക്കണം, ജീവിക്കണം. മറ്റൊരു വലിയ സ്വപ്നവും നബീസ സാധിച്ചെടുത്തു. ഇതിൽ നിന്നുള്ള വരുമാനം കൊണ്ട് തന്നെ 85,000 രൂപ ചെലവഴിച്ച് നബീസ ഉംറ ചെയ്തു. ജീവിതം ഒരു മത്താപ്പൂ പോലെ പൊട്ടിവിരിഞ്ഞ് പ്രഭ ചൊരിയുന്നത് മനം നിറഞ്ഞ് ആസ്വദിക്കുകയാണ് ഈ കടലോര വനിതകൾ. ഞാൻ വളരെയധികം ഒരു കഷ്ടം സഹിച്ചൊരു സ്ത്രീയായിരുന്നു. കാരണം എന്റെ മക്കളെ പോറ്റാനോ എനിക്ക് എന്റെ മക്കളെ വളർത്താനും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വലിയൊരു കുടുംബത്തിലുള്ള കാരണം എന്റെ ഭർത്താവ് വലിയൊരു സുഖമുള്ള ആളല്ല. പിന്നെ ഞങ്ങൾക്ക് തരാനൊരാളുമില്ല. പിന്നെ ഞമ്മക്ക് അന്ന് ജോലി എടുക്കാനുള്ള ഒരു സാമ്പത്തികം അറിയില്ലായിരുന്നു ജോലി എടുക്കുന്നൊന്നും. പിന്നെ കുടുംബശ്രീ എന്ന് പറഞ്ഞാൽ അന്ന് അറിയില്ല. അവിടെ അങ്ങനെ ഒരു കുടുംബശ്രീ ഒന്നും ഇല്ല. അങ്ങനെ കുറെ അധികം കഷ്ടപ്പെട്ടിട്ട് പിന്നെ ഞാൻ വന്ന് കണ്ടെത്തിയതാണ് ഒരു കുടുംബശ്രീയിൽ. അപ്പോൾ അതിന് ഞാൻ എൻ്റെ മക്കളെ കൂടെ നല്ല അകന്നു പോയി. കാരണം അവർക്ക് എന്തോ ഒരു പ്രശ്നമോ പിന്നെ എൻ്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം വല്ലാതെ ഒരു അംഗീകാരമില്ലാത്ത മാതിരി ആയപ്പോൾ പിന്നെ ഞാൻ ഉദ്ദേശിച്ച് എൻ്റെ മക്കൾ സുഖമായിട്ട് ജീവിച്ചോട്ടെ, അവരെ ഞാൻ ഒന്നിനും ബുദ്ധിമുട്ടരുത്, ഞാൻ നയിച്ചിട്ടില്ല. ഇല്ലല്ല, ഞാൻ നയിച്ചിട്ട് എൻ്റെ ജീവിതം മുന്നോട്ട് നയിക്കണ കാലം വരെ പോവും, അതല്ലാത്ത കാലത്തിന്റെ വിധി പോലെ കഴിയുമെന്ന് വിചാരിച്ചു അവരെ ബുദ്ധിമുട്ടിക്കരുത്. നമ്മളൊരിക്കലും ഒരാൾക്കൊരു വലിയൊരു ഭാരമായിട്ട് മാറാത്ത രൂപത്തിൽ നമുക്ക് ജീവിക്കണം. അതിന് നമ്മൾ തന്നെ കണ്ടെത്തണമെന്ന് ഉദ്ദേശിച്ചും കൊണ്ട് ഞാൻ വന്നതാണ് ഒരു കുടുംബശ്രീയിലേക്ക്. ഞാൻ വന്നിട്ട് 5 കൊല്ലമായി. ഈ 5 കൊല്ലം കൊണ്ട് ആ കാലത്ത് കുടുംബശ്രീ ഞങ്ങൾ ഈ ഉണ്ടപ്പണി എടുക്കുന്നത് കുറച്ചുള്ളൂ, തോന്നില്ല, അതിന് സാധിക്കില്ല. അതങ്ങനെ വളർത്തി വലുതാക്കിയെടുത്ത ഒരു ചെറിയൊരു കുട്ടിയാണ് ഞങ്ങൾക്ക് അത് പഠിപ്പിച്ചു തന്നത്. അങ്ങനെ ഞങ്ങൾ കുടുംബശ്രീ പഞ്ചായത്തിൽ പോയിട്ട് അവരോട് പറഞ്ഞ് പിന്നെ അവർ ഞങ്ങൾക്ക് പണം വായ്പ തന്ന് അത് ഞങ്ങൾ അടച്ച് അതിനുള്ള ഇത് ഞങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് വളരെയധികം വലിയൊരു കുടുംബശ്രീയായി ഞങ്ങൾ വാദിച്ചെടുത്തുനിന്ന് ഞങ്ങൾക്കൊരു ദിവസം എങ്ങനായാലും 400 റുപ്യ എല്ലാ ചെലവും കഴിച്ചാലും ഞങ്ങളെ കയ്യിൽ കിട്ടും ഒരു ദിവസം. കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഒരാൾക്ക് ഞങ്ങൾക്ക് 5 ആൾക്കല്ല, ഒരാൾക്ക് ഞങ്ങൾക്ക് 400 റുപ്യ ഞങ്ങളെ കയ്യിൽ കിട്ടും. 5 പേരുണ്ട്. ഞങ്ങൾ 5 പേരുണ്ട്. ഞങ്ങൾ 10 പേരുണ്ട്. 5 പേര് ആട് വളർത്തുന്നുണ്ട്. ഞങ്ങൾ 5 പേരാണ് ഇത് എടുക്കുന്നത്. ഇത് ഉണ്ടാക്കാൻ ആരാ പഠിപ്പിച്ചത്? അതാ ഒരു കുട്ടിയാണ്. കുട്ടി ആ പടക്ക കമ്പനിയിൽ ജോലിക്ക് പോയിരുന്നു. അങ്ങനെ അത് അവിടുന്ന് കാണിച്ചു തന്നത്. ഞങ്ങൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ട് നടക്കണ നേരം കൊണ്ട് ഇതൊന്ന് ചെയ്തു നോക്കുന്ന് പറഞ്ഞ് അത് പഠിപ്പിച്ചു തന്നതാണ് ഞങ്ങൾക്ക്. അന്ന് ഞങ്ങൾ 10 റുപ്യന്റെ മൈദ വാങ്ങിയാൽ 3 ദിവസം ഉണ്ടാക്കും. അപ്പൊ അതൊരു 25-30 എണ്ണൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതേ സ്ഥാനത്ത് ഇന്ന് ഞങ്ങൾ അതിൽ നിന്ന് ഉയർന്നിട്ട് 5 കിലോ മൈദ കൊണ്ട് ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കണം ഒരു ദിവസം. അതിൽ കണ്ടില്ല എത്രയോ വലിയ ചിലപ്പോൾ 5 കിലോ മൈദ ആണ് അതിൽ തിളപ്പിക്കുക. അതുകൊണ്ട് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ഞങ്ങൾ കോട്ടക്കടവ് അവിടുന്ന് കമ്പനി കൊണ്ടുപോകല. പടക്ക കമ്പനി ഒരു 10-30,000 20,000 ആവുമ്പോ അവര് വന്നിട്ട് കൊണ്ടുപോകും. ഒന്നായിട്ട് ഞങ്ങൾക്ക് പണം കൊടുന്നു തരും. അങ്ങനെ ഒരു കൂട്ടിയിട്ടാണ് ഞാൻ 85,000 രൂപ ചെലവാക്കിയിട്ട് ഉംറക്ക് പോയത്. എല്ലാ ദിവസവും
അതിൽ ഒരു മാസത്തിൽ ഞങ്ങൾക്ക് ഒരു 4 ദിവസം ഞങ്ങൾ ചെയ്യൂല. അതായത് 4 വെള്ളിയാഴ്ച ഞങ്ങൾ ഒഴിവാക്കും. അന്ന് ഞങ്ങൾക്ക് വേറെ ജോലി ഉണ്ടാവും. ഇത് വാരാനും ചാക്കിലാക്കാനും എണ്ണാനൊക്കെ ഞങ്ങൾ സ്ത്രീകൾ തന്നെയല്ലേ, ഞങ്ങൾക്ക് പുരുഷന്മാരില്ലല്ലോ. ഞങ്ങൾ മാത്രം ചെയ്യുന്ന പണിയല്ലേ. അതിന്റെ പേരിൽ പേപ്പർ വന്നാൽ പേപ്പർ ഇന്ന സ്കൂളിലുണ്ട് അല്ലെങ്കിൽ ഇന്ന പഞ്ചായത്തിലുണ്ട്, ഞങ്ങൾ തന്നെ പോയിട്ട് അത് ഞങ്ങൾ തന്നെ വണ്ടിയിലാക്കി കൊണ്ടുവരല. മഴക്കാലം വന്നാലും ഇത് ഉണങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട്. മഴക്കാലത്ത് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഞങ്ങൾക്ക് അതൊരു പുതിയ സജ്ജീകരണങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു ഞങ്ങള്. അതെന്താ? മഴക്കാലത്ത് ഉണ്ടാക്കാൻ. കാരണം ഈ 3 മാസം 4 മാസം നമ്മൾ വെറുതെ ഇരിക്കുമ്പോ ഈ കിട്ടിയതൊക്കെ ആണ്ട് പോകൂലേ. അപ്പൊ അതിനേക്കാളും നല്ലത് ആ കഷ്ടപ്പെടണ്ടെന്നുള്ള നിലക്ക് ആ കുട്ടി ഞങ്ങൾക്ക് ഇപ്പൊ ഒരു പശ മാതിരിയുള്ള ഒരു സാധനം അത് വെള്ളത്തിൽ ഒഴിച്ചിട്ട് അത് കലക്കിയിട്ട് അതിൽ പേപ്പർ മുക്കിയിട്ട് പെട്ടെന്ന് ചിറ്റാനാ. അങ്ങനെ ഒരു സജ്ജീകരണങ്ങൾ ഇപ്പൊ കൊടുന്ന് ഞങ്ങൾ ഇന്നലെ ഒരു 100 ഉണ്ടാക്കി ഞങ്ങൾ രണ്ടാളും കൂടി ഇരുന്നു. രണ്ടുപേരും ഒരേ ഗ്രൂപ്പിലാണ്. എങ്ങനെയാണ് കുടുംബശ്രീയിൽ വന്നത്? ഞാൻ 5 വർഷമായി കുടുംബശ്രീ വന്നിട്ട്. ഞാന് അതിലിങ്ങനെ പൈസ എല്ലായിടത്തും വെച്ച് അടിച്ചു കൊണ്ട് ഇങ്ങനെ നടക്കും. അതിൽ നിന്ന് കുറച്ചെടുക്കും. ഞങ്ങള് പിന്നെ എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ 5000 2000 എടുത്ത് അങ്ങനെ പോയിന്. പിന്നെ മോൻ പറഞ്ഞ്, മോനാണ് ആ പണിക്ക് പോയത്, 2ാമത്തെ മോന് കോട്ടക്കടവ് ഒരാചാര്യ വീടാണ്. വരുന്നതിന് മുമ്പ് എന്ത് ചെയ്യായിരുന്നു? വരുന്നതിന് മുമ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനെ പോകുമ്പോ ഭർത്താവ് പറയും, എന്തിനീ കുടുംബശ്രീ ഇങ്ങനെ പോണത്, എന്തിനാണ് ഇത്, പിന്നെ പോക്കറ്റിലെ പൈസ. അപ്പൊ ഇന്ന് ഞങ്ങളെ കടലിൽ നിന്ന് 8 മാസം പോലെ കടപ്പുറത്ത് ഒന്നുമില്ല. ഇന്നെന്ന് വെച്ചാൽ എനിക്ക് 10 റുപ്യ ഭർത്താവിന്റെ കയ്യിൽ നിന്ന് വാങ്ങണ്ട. ഇന്ന് ഞാൻ ഇല്ലാത്ത സമയത്ത് അങ്ങോട്ട് കൊടുക്കേണ്ട ഒരു ഇതുണ്ട്. ഇന്ന് സുഖമില്ല. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ അന്ന് അത് എടുത്ത് പഠിച്ചതുകൊണ്ട് ഇന്ന് എനിക്ക് ഒന്നുമില്ല. അന്ന് 10 ആയാലും 20 ആയാലും എന്ത് ഞാൻ വിളിക്കും. CDS പാർട്ടിനകത്ത് പറയും ഒരു മീറ്റിംഗ് ഉണ്ട് വരുന്നത്. അപ്പൊ ഭർത്താവിനോട് ചോദിക്കും, ഒരു 20 റുപ്യ വേണ്ട, ഒരു 30 റുപ്യ വേണ്ട വണ്ടിക്ക്. അപ്പൊ ഭർത്താവ് പറയും, എനിക്കൊരു കുടുംബശ്രീ തന്നെയാണുള്ളത്, ഈ പൈസ തരാന് എന്ന് പറയും. അപ്പൊ അത് കേൾക്കും. അപ്പൊ ഇന്ന് അത് വേണ്ട, നമ്മളെ കയ്യിൽ തന്നെ ഉണ്ട് എത്രയും പൈസ. ഇന്ന് അതിനൊന്നും പറയൂല. ഇപ്പൊ ഇങ്ങനെയൊക്കെ വന്ന് ഇങ്ങനെയുള്ള സ്ഥലം കുടുംബശ്രീത്തൊക്കെ കാണും, ഇതൊക്കെ പോവും, ആൾക്കാർ വരും. അപ്പൊ എന്തെങ്കിലുമൊക്കെ സഹായിച്ചു കൊടുക്കും, വരുന്നവർക്കൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പിന്നെ ഞങ്ങള് അടുത്തൊന്നും ഇറങ്ങൂല. അപ്പൊ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കും. ഞാൻ എത്ര ആൾക്കാർ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ ഇരിക്കും, പറയും ഇത് വന്ന് എടുത്തോ 10, നമ്മൾ കടം വാങ്ങിയാൽ അവർക്ക് തിരിച്ചു കൊടുക്കണം. ഇത് എന്നാൽ നമുക്ക് 10 റുപ്യ കിട്ടിയാൽ തിരിച്ചു. ഞങ്ങൾക്കെന്ന് വെച്ചാൽ ഇന്ന് ഒരു 150 200 ഉണ്ടാക്കിയാൽ ഇന്നത്തെ പൈസ അല്ല, ഒന്നായിട്ട് 25,000 20,000 30 അങ്ങനെ. ഞാൻ എൻ്റെ കുട്ടികൾക്ക് ഒരു മോളുണ്ട് ഇനി കല്യാണം കഴിക്കാൻ, അതിനൊക്കെ ഒരു 4-5 പവനൊക്കെ ഈ ഇതുകൊണ്ട് തന്നെയാണ് എടുത്തിട്ട്. ഇല്ല, പഠിപ്പ് കഴിഞ്ഞ് ഇനി 10 വരെ പോയിട്ടുള്ളൂ. വീട്ടില് ഇല്ലാത്തപ്പോ വീട് പണിയൊക്കെ എടുത്ത് മോനും അതേപോലെ മോനിക്ക് അതിൽ പോയിട്ട് നല്ലൊരു മെച്ചമൊക്കെ കിട്ടണം. ഇപ്പൊ നല്ലൊരു വലിയതായിട്ട് ഇപ്പൊ ആചേരി ആ കമ്മിന്റെ വലിയ ആൾക്ക് സുഖമില്ലാതെ അപ്പൊ മോനാണ് ഇതിന്റെ ഒരു ഇതായി. അപ്പൊ ഇവരൊക്കെ വന്ന് എല്ലാരും ഇപ്പൊ ഈ പണിക്ക് നിന്നപ്പോ അപ്പൊ ഒന്ന് ഞങ്ങളെ കൂടെ പണിയെടുക്കണം. അതിന്റെ ഭർത്താവും മോനൊക്കെ ഗൾഫിലാണ്. അപ്പൊ അതും കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു, ഭർത്താക്കന്മാര് മാസത്തിൽ അയച്ചു തന്നാൽ അത് അവർക്ക് ചെലവായിനെ പോകും. അപ്പൊ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടല്ലേ, നമ്മക്ക് വീട്ടിലിരിക്കുമ്പോ കുട്ടികൾക്ക് അസുഖം വന്നാലും ഇത് അവരെപ്പോഴോ പൈസ. അപ്പൊ ഭർത്താവ് ചോദിക്കുക എന്നോട്, നീ എന്താണ് പടക്കുണ്ടാക്കാൻ പോകലില്ലേ, അതിന് പോയിക്ക് എന്റെ കയ്യിൽ 10 റുപ്യ ഉണ്ടെങ്കിലല്ലേ എനിക്ക് പറ്റൂല. അങ്ങനെയൊക്കെ ആയി എല്ലാരും ഇതിന് കൊണ്ടുവന്നപ്പോ. ഇനിയും കുടുംബശ്രീയിൽ ചേരാത്ത സ്ത്രീകളുണ്ടോ? ഉണ്ട്, ഉണ്ട്, അവിടെ ഉണ്ട്. ഞാൻ എത്ര അവരോട് പറയലുണ്ട് ഒരു കുടുംബശ്രീ. അങ്ങനെ ഞങ്ങൾക്ക് 1.5 ലക്ഷം റുപ്യ 1 ലക്ഷം ഞങ്ങൾ താഴെ മണലി വെച്ചിട്ട് ചാക്ക് വിരിച്ചിട്ടിട്ടാണ് ഇതൊക്കെ ഉണ്ടാക്കി ഒക്കെ ചെയ്തത്. പിന്നെ 1 ലക്ഷം റുപ്യ ബാങ്കിൽ നിന്ന് ലോണ് കിട്ടി. അതൊന്ന് മേലെ സീറ്റൊക്കെ അടിച്ച് നല്ല മഴ കൊള്ളാതെ നല്ല സീറ്റൊക്കെ ഇട്ട് ശരിയാക്കി. ചിലര് പറയുന്നത് മുസ്ലിം കുടുംബങ്ങളില് സ്ത്രീകൾ പുറത്തുപോയി ജോലി ചെയ്യാൻ ഞാൻ വരെ ചെയ്തിട്ടില്ല, ഞാൻ എന്നൊക്കെ പറയുന്നത് അത് ശരിയാണോ? ശരിയാണ്. പോയിട്ടില്ല. മുസ്ലിമീങ്ങളും ഞങ്ങൾ പോയിട്ടില്ല, ഞാനും പോയിട്ടില്ല. എനിക്കും അതിന് വലിയതാണ്. ഇപ്പൊ ഞാൻ ഈ കുടുംബശ്രീയിൽ ഇറങ്ങിയതുകൊണ്ടാണ് ഈ വലിയ സ്ഥാപനത്ത് വരെ ഞാൻ എത്തിയത്. ഈ കുടുംബശ്രീ ഉണ്ട്. അല്ലാതെ പുറത്തു പോകലോ വണ്ടി വിളിച്ചിട്ടൊക്കെ നമ്മളെ വീട്ടിൽ പോകും ഇങ്ങോട്ട് വരും ഒന്നും അറിയില്ല. കുടുംബശ്രീയിൽ ഇങ്ങനെ പോയി അവരായിട്ടുള്ള പോക്ക് വരുത്ത് അങ്ങോട്ട് പോകും, അവിടെ മീറ്റിംഗ് ഉണ്ടെങ്കിൽ വിളിക്കും അങ്ങോട്ട്. അതിനൊക്കെ ആയി ഈ കുടുംബശ്രീ വന്നതുകൊണ്ടാണ് ഇത്തിരി
പോവാൻ പറ്റിയത്. ഇത്രയും ഇങ്ങനെ ഒരു മൈക്കം മുറിച്ച് സംസാരിക്കാൻ തന്നെ പറ്റിയത് നമ്മള് പഠിച്ചിട്ടില്ല. പഠിച്ചിട്ടില്ല, ഒന്നും അറിയൂല. രണ്ടുപേരും ഇപ്പൊ ഇതൊക്കെ എന്തല്ല അത് ഈ കുടുംബശ്രീ വന്നിട്ട് പഠിച്ചത്. അതെ, നല്ല ബിസിനസ് മാനേജ്മെന്റ് അറിയാന്നാണ് മേഡം പറയുന്നത്. കുടുംബശ്രീ വന്നിട്ടാണ് ഞാനൊക്കെ എല്ലാ ഇതും പഠിച്ചത്. ഇപ്പോ മുസ്ലിം സ്ത്രീകൾ കൂടുതലായിട്ടും പുറത്ത് വരാനും ജോലിയിലൊക്കെ ഏർപ്പെടാനും ഉള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പൊ കൂടുതലായിട്ട് ഇപ്പൊ നമ്മളെ മുസ്ലിം സ്ത്രീകൾ ഇതിൽ ഇപ്പൊ തൊഴിലുറപ്പിൽ വരെ നമ്മളെ മുസ്ലിം സ്ത്രീകൾ ഇറങ്ങിക്കഴിഞ്ഞ്. അതുപോലെ കൃഷിയിൽക്കൊന്നും നമ്മളെ മുസ്ലിം സ്ത്രീകൾ അധികം വന്നിട്ടില്ലായിരുന്നു. ഇപ്പൊ ഈ കുടുംബശ്രീ വന്നതുകൊണ്ട് ഇപ്പൊ സംരംഭം നമ്മളെ പരിശീലനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവര് മുന്നോട്ടാണ്. പിന്നെ ജനറൽ കോർണറിന്റെ എന്ത് പറയുന്നു? ഞങ്ങള് പിന്നെ വാർഡ് തലത്തിലും പഞ്ചായത്ത് തലത്തിലും ഒക്കെ പിന്നെ അവയർനെസ് ക്ലാസ് കൊടുക്കുന്നുണ്ട്. സ്ത്രീ ശാക്തീകരണം, പിന്നെ സ്ത്രീകളുടെ സഞ്ചാര സ്വാതന്ത്ര്യം, അവരുടെ പൊതുമേഖലയിൽ അവരുടെ അവകാശങ്ങൾ, അവർ ഇടപെടാനുള്ള പിന്നെ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞങ്ങൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. സഞ്ചാര സ്വാതന്ത്ര്യം കുറവാണ്. സഞ്ചാര സ്വാതന്ത്ര്യം കുറവെന്ന് പറഞ്ഞാൽ സർ, അത് പിന്നെ യാത്ര ചെയ്യുമ്പോൾ അവർക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ബസ്സിലൊക്കെ പല വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴും അപ്പോൾ അവർ പുറത്തിറങ്ങാനൊക്കെ ഒന്ന് മടിക്കും. പുറത്ത് പോയാൽ അവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് സ്ത്രീകൾ പൊതുവെ യാത്ര ചെയ്യലില്ലായിരുന്നു ആദ്യമൊക്കെ. പക്ഷെ അവർ ധൈര്യമായിട്ട് ബസ്സിലൊക്കെ യാത്ര ചെയ്യുന്നതിന് എല്ലായിടത്തും പോകുന്നുണ്ട്. പിന്നെ പല ഗാർഹിക പീഡനങ്ങളും ഒക്കെ ഉണ്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് ഇല്ല, അധികമില്ല സാർ. മിക്കതും ഈ കുടുംബ വഴക്കാണ് കൂടുതലും വരുന്നത്. ഭാര്യ ഭർത്തൃ ബന്ധം തമ്മിൽ അങ്ങനത്തെ ഒരു ഗാർഹിക പീഡന നിയമം അനുസരിച്ച് ഏതെങ്കിലും കേസ് രജിസ്റ്റർ ചെയ്താൽ പോലീസിൽ ഇപ്പൊ കേസ് നിലവിലുള്ള കേസുകളുണ്ട്. നിലവിൽ കേസ് ഉള്ളതുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ജാഗ്രതാ സമിതി ഉണ്ട്. ഞങ്ങളുടെ ജാഗ്രതാ സമിതി വെച്ചാൽ നല്ല ഉഷാറുള്ള ജാഗ്രതാ സമിതിയാണ്. ഒരുവിധം കേസുകളൊക്കെ അവിടെ തന്നെ ഞങ്ങള് സോൾവ് ചെയ്ത് അവരെ റീജോയിൻ ചെയ്യുന്നതാണ്. അതെ. അങ്ങനെ ഈ ഗാർഹിക പീഡനത്തിന്റെ ഭാഗമായിട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടേണ്ടി വന്ന സ്ത്രീകളുണ്ടെങ്കിൽ അവരെ എങ്ങനെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്? അവരെ എങ്ങനെ സഹായിക്കും? അവരെ ഞങ്ങള് പിന്നെ അവരെ അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? വീട്ടിൽ നിന്ന് പുറത്താക്കിയ സ്ത്രീകൾ പോകേണ്ടി വന്നവരുണ്ട്. ഉണ്ട്. അതെന്ന് വെച്ചാൽ നമ്മളെ ഒരു 3 കുട്ടികളുള്ളൊരു സ്ത്രീ, അവരെ ഭർത്താവ് അവരെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതായിരുന്നു. അങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചപ്പോൾ അവരെ വീട്ടുകാരവരെ ഒഴിവാക്കി. അപ്പം അവരെ സ്റ്റെയർ ഹോമിൽ നമ്മൾ ഒരു മാസം അവരെ താമസിച്ചിട്ട് പിന്നെ അവരെ അത് പറഞ്ഞു ഒത്തുതീർപ്പാക്കി. അവരെ ഭർത്താവിനെ വിളിച്ച് ഇവരെ വീട്ടുകാരും വിളിച്ച് ഒത്തുതീർപ്പാക്കി വിട്ട്. കഴിഞ്ഞ വർഷത്തെ എത്ര കേസസ് ഇതേപോലെ വന്നു? മൊത്തം അവിടെ 34 കേസാണ് കിട്ടിയിട്ടുള്ളത്. കൂടുതലും കുടുംബ വഴക്ക്, സ്വത്ത് തർക്കങ്ങൾ, അതുപോലെ പിന്നെ ഈ ഞങ്ങളൊരു CDS മെമ്പറെ ഒരു മകളെ തന്നെ, ഒരു 13 വയസ്സായ ഒരു കുട്ടിയായിരുന്നു. അപ്പൊ അവര് തൊഴിലുറപ്പിനൊക്കെ പോണതാണ്. തിരിച്ചു വന്നപ്പോൾ അവരെ ഉപ്പാന്റെ പ്രായമുള്ളൊരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരെ മകൻ കാണാനിടയായി. ഒന്നും ഉണ്ടായില്ല. പക്ഷെ അവരെ നമ്മളെല്ലാവരും കൂടി കേസാക്കി അവരെ നമ്മൾ പോലീസിൽ അവരെ പിടിപ്പിച്ച് അവരെ അത് നമ്മൾ പറഞ്ഞ് അവര് ഇപ്പോഴും കേസ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിയമബോധന ക്ലാസുകൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അത് സ്ത്രീകൾക്കാണോ? സ്ത്രീകൾക്കാണ്. പിന്നെ നമ്മൾ ഈ ബാലസഭന്റെ കുട്ടികൾക്ക് വക്കീലന്മാരെ വിളിച്ചിട്ടുള്ള ബോധന. എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്? അത് നമ്മൾ മദ്യമായിട്ട് ഈ കുട്ടികൾ ഇപ്പൊ ഉപയോഗിക്കുന്ന പിന്നെ ലഹരി വസ്തുക്കൾക്കെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസുകൾ കൊടുക്കാറുണ്ട്. പിന്നെ ഈ കോളേജ് കുട്ടികൾക്ക് ടീനേജ് ക്ലാസ് കൊടുക്കും. ബാലസഭയിൽ ആരെങ്കിലുണ്ടോ? എന്തൊക്കെയാണ് ബാലസഭ പ്രവർത്തനങ്ങൾ? 2 ബാലസഭ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. 2010 തുടങ്ങി നന്നായി പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ നല്ല രീതിയിൽ തന്നെ കുട്ടികൾ പങ്കെടുക്കുന്നുണ്ട്. 5 വയസ്സ് മുതൽ 15 വയസ്സ് വരെയാണ് പ്രായപരിധി അതിൽ പങ്കെടുക്കാനുള്ളത്. എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? ഞങ്ങൾ അവധിക്കാലത്ത് പലവിധ കളികൾ നടത്തും. അതേമാതിരി എല്ലാവരും ഓരോ അംഗങ്ങളോട് പറയും, ഒന്നെങ്കിൽ കഥ, കവിത അങ്ങനെ ശേഖരിച്ചിട്ട് എല്ലാവരും കൂടി ഒരു കൂട്ടിയാണ്ട് മാഗസിൻ തയ്യാറാക്കും. പിന്നെ ലൈബ്രറികൾ സ്വരൂപിച്ചാണ്ട് വായനാശീലം വളർത്തും. എത്ര ആൾക്കാരുണ്ട് നിങ്ങളുടെ ബാലസഭയിൽ? ഞങ്ങളുടെ ബാലസഭയിൽ 18 ആൾക്കാരുണ്ട്. എത്ര പെൺകുട്ടികളുണ്ട്? പെൺകുട്ടികള് ആൺകുട്ടികൾ എന്നുള്ള വിവേചനമില്ല. അല്ല, എത്ര പേരുണ്ട് പെൺകുട്ടികൾ? 8 പെൺകുട്ടികളുണ്ട്. അവരും വരുമോ കളിക്കാനായി? അവരും വരും. സ്കൂളിൽ പഠിച്ചതിൽ നിന്ന് കൂടുതലായിട്ട് എന്തെങ്കിലും ബാലസഭയിൽ നിന്ന് പഠിച്ചോ?
പ്രയോജനം ഉണ്ടായോ? നിങ്ങൾ ഇതൊക്കെ കൂടുന്ന എവിടെയാ? അതിനു വേണ്ടി വല്ല ഹാളും ഉണ്ടോ? ഞങ്ങൾ ഓരോ വീട്ടിലാണ് കൂടുന്നത്. പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലങ്ങളൊന്നുമില്ല, അതൊന്നും അങ്ങനെ ഇതായിട്ടില്ല. പിന്നെ ഞങ്ങൾ ചെറിയ കുട്ടികളല്ലേ, ഇവരായിട്ട് വലിയ ആൾക്കാരൊന്നും ആയിട്ടില്ലല്ലോ. അപ്പൊ ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് സ്ഥലമൊന്നും വേണ്ട. കളിക്കാൻ സ്ഥലമുണ്ടോ? കളിക്കാൻ അവിടെ ഗ്രൗണ്ട് ഉണ്ടോ? നിങ്ങൾ 2 ഫാത്തിമമാരുണ്ട്, ഒരാളൊന്നും പറഞ്ഞില്ല. ഇപ്പൊ സീരിയസ് പുതിയ ഇതിലേക്ക് വന്നിട്ട് 2 മാസമായി. പുതിയ ചെയർപേഴ്സൺ പുതിയതായി എന്തെല്ലാം ചെയ്യാൻ ആഗ്രഹിക്കുന്നു? പുതിയതായി ഒരു ബഡ്സ് സ്കൂള് കൊണ്ടുവരണമെന്നുണ്ട് എൻ്റെ ആഗ്രഹം. അത് ഞങ്ങളെല്ലാവരും കൊണ്ട് പഞ്ചായത്തിന്റെ സഹകരണം. വല്ല പഠനം നടത്തിയിട്ടുണ്ടോ? എത്ര കുട്ടികളുണ്ട് അവിടെ ഇങ്ങനെ ഈ ഭിന്നശേഷിയുള്ളവരെന്ന്? 162 കുട്ടികളുണ്ട് പറഞ്ഞു ഭിന്നശേഷി ഉള്ളത്. 162 പേരുണ്ട്. അതെങ്ങനെ കണ്ടുപിടിച്ചു? അതിപ്പോ മുൻ സീരിയസ് ഇങ്ങനെ പറഞ്ഞു. അല്ല, നിങ്ങൾ സർവേ നടത്തിയോ? സർവേ നടത്തിയതാണ്. ഇപ്പൊ മുൻ സീരിയസ് ഇങ്ങനെ പറഞ്ഞിങ്ങനെ മനസ്സിലാക്കി തരുന്നുണ്ട്. എല്ലാ സഹകരണവും മുൻ സീരിയസിൽ നിന്ന് എനിക്കുണ്ട്. പഞ്ചായത്തിന് ഇതിന് മുൻകൈ എടുക്കാൻ പറ്റില്ലേ പ്രസിഡന്റ്? അല്ല, പഞ്ചായത്ത് ഇപ്പോൾ പിന്നെ ഈ ബഡ്സ് സ്കൂളിന് ആരംഭിക്കാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൽ സ്ഥലം കണ്ടെത്തി പഞ്ചായത്ത് അതിൽ നേരത്തെ കഴിഞ്ഞ 14-15 വർഷത്തെ പദ്ധതിയിൽ 3 ലക്ഷം രൂപ കെട്ടിട നിർമ്മാണത്തിനും അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തി. ഏകദേശം പഞ്ചായത്തിൻ്റെ ഒരു സാംസ്കാരിക നിലയത്തിൽ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബഡ്സ് സ്കൂൾ താൽക്കാലികമായി ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണം ഏകദേശം പൂർത്തീകരിച്ചു കഴിഞ്ഞു. ഫാത്തിമയുടെ കുടുംബശ്രീ അയൽക്കൂട്ടം എന്തെങ്കിലും ഇതുപോലെ സംരംഭങ്ങൾ ചെയ്യുന്നുണ്ടോ? എന്റെ കുടുംബശ്രീ പിന്നെ കൃഷി ചെയ്യുന്നുണ്ട്. കൃഷിയുണ്ട്. നെൽകൃഷിക്ക് ജയൽജി തുടങ്ങി ഗ്രൂപ്പ് ഉണ്ടാക്കി 1 ലക്ഷം ലോൺ എടുത്തിട്ടുണ്ട്. നടത്തുന്നുണ്ട്. പറയൂ, തൊഴിലുറപ്പ് എന്താ എങ്ങനെ നടക്കുന്നു? 1091 പേര് ഇപ്പൊ സ്ഥിരമായിട്ട് തൊഴിലെടുക്കുന്നുണ്ട്. എത്ര ദിവസം കിട്ടും അവർക്ക്? അവര് 235 പേർക്ക് 100 ദിവസം പൂർത്തിയാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് പല കാരണം കൊണ്ട് 50, 60 ഒക്കെ 100 തയ്ക്കാൻ പറ്റാത്തവര്. അല്ല, അവർക്ക് സമയമില്ലാത്തതുകൊണ്ടാണോ അത് നിങ്ങൾക്ക് പദ്ധതികൾ ഇല്ലാത്തതുകൊണ്ടാണോ? തൊഴിൽ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ടാണോ വേണ്ടെന്നുള്ളതാണോ? അല്ല, ചിലര് അത് തയ്യാറായിട്ട് വന്നവരാണ് ഫുള്ളും. പിന്നെ അതിൽ കുറച്ച് APL ഫാമിലീസ് ഉണ്ടാവും, അവരെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് രജിസ്ട്രേഷൻ ചെയ്തത്. പക്ഷെ തൊഴിലുറപ്പിൽ APL BPL എന്നുള്ള വ്യത്യാസമില്ല. ഗ്രാമത്തിൽ താമസിക്കുന്ന ആർക്കും APL ഉണ്ട്, അവർ തൊഴിലിന് വരില്ല എന്നാണ്. രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവർ തൊഴിലിന് വരില്ല. സ്ഥിരമായിട്ട് തൊഴിലിന് വരില്ല. അതിനർത്ഥം ഡിമാൻഡില്ല. അതുകൊണ്ടാണ് അത്രയും പേർക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റാത്തത്. അതാ ഞാൻ ചോദിച്ചത്, പദ്ധതി ഇല്ലാത്തത് കൊണ്ടല്ല, അതിനുള്ള ഡിമാൻഡ് വരുള്ളൂ അല്ലേ? എന്തുമാതിരിയുള്ള വർക്കാണ് നടക്കുന്നത്? ഇത് APL BPL നീർത്തട വികസനം ചെയ്യുന്നുണ്ട്. പിന്നെ റോഡ് നിർമ്മാണം, പിന്നെ ജലസേചനത്തിന് തോട്, കുളങ്ങളൊക്കെ നന്നായി സംഘകൃഷിയാണ്. പിന്നെ IAYന്റെ വീടുകള് തറ കീറല്, നിറയ്ക്കല് ചെയ്തു കൊടുക്കും. പിന്നെ പഞ്ചായത്തിന്റെ പ്ലാൻ തറ കീറലും നിറയ്ക്കലും മാത്രം. വിവാഹം എന്ന് പറയുന്നത് ഇപ്പോഴും വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധിമുട്ട് ഇപ്പോഴും ഞങ്ങൾ പഞ്ചായത്തിലെ ഇപ്പോഴും വിവാഹം കഴിക്കാൻ പ്രായമായിട്ട് കഴിക്കാത്ത ആളുകൾ ഇനിയുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഞങ്ങളെ തേടി വരാറുണ്ട് ഈ പാവപ്പെട്ട കുടുംബങ്ങൾ. വീട്ടിലിരിക്കണ എന്തെങ്കിലും ഒരു ജോലി അവർക്ക് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ ആ പ്രദേശത്ത് തുണിക്കടകള് അതുപോലെ ലോട്ടറി കടകള്, എന്തൊക്കെ കടകളുണ്ടോ അവിടെയൊക്കെ ഞങ്ങളവരെ അവർക്കൊരു വരുമാന മാർഗം. ഞാൻ ആദ്യം വീടിലായിരുന്നു തയ്ച്ചിരുന്നത്, തുണികളൊക്കെ തയ്ച്ച്. ഇപ്പൊ കുടുംബശ്രീ ഇതിൽ വന്നതിന്റെ ശേഷം ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്നുണ്ട്. എന്താ കുടുംബ പശ്ചാത്തലത്തിന്റെ കാര്യം? ഭർത്താവ് ഉപേക്ഷിച്ചിട്ട് വന്നതാണ് ഞാൻ. 3 മക്കളുണ്ട്. വന്നിട്ട് 11 വർഷമായി. ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ? അല്ലല്ല, ഉപേക്ഷിച്ചതിന്റെ ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങണത്. അപ്പോഴാണ് കുടുംബശ്രീ വരുന്നത്. കുടുംബശ്രീയിൽ വന്നതിന്റെ ശേഷം മനസ്സിലായി സ്ത്രീകൾക്ക് ജീവിക്കാൻ കഴിയുന്നുള്ളത്. അപ്പൊ ഇനി താനൂരിന്റെ മാർക്ക് അറിയാം. നമുക്ക് എത്ര മാർക്കാണ് ജഡ്ജസ് നമുക്ക് തരുന്നതെന്ന് നോക്കാം. ആദ്യം കണ്ണമാഷിയോട് ചോദിക്കാം. പലരും തുല്യതാ പരീക്ഷയിലൂടെ അവരുടെ വിദ്യാഭ്യാസ നിലവാരം മുന്നോട്ട് കൊണ്ടുപോയി. അത് വലിയൊരു ഇതാണ്. ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് പ്രായമില്ല, എപ്പോൾ വേണമെങ്കിലും നമുക്കൊരു വിദ്യാർത്ഥി ആവാം
എന്നുള്ളതാണ് നിങ്ങളുടെയൊക്കെ അനുഭവങ്ങൾ കാണിച്ചു തരുന്നത്. അത് നല്ലൊരു സന്ദേശമാണെന്നാണ് ഞാൻ കരുതുന്നത്. നിങ്ങളുടെ ഈ കൂട്ടായ്മയുള്ള ഒരു പ്രവർത്തനം, പുനർജനി, അതുമാതിരിയുള്ള കാര്യങ്ങൾ, ബാലസഭ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് 25-ൽ 16 നമുക്കിനി നിവേദിത മാമിനോട് ചോദിക്കാം. താനൂർ CDS ഞാൻ നൽകുന്നത് 25-ൽ 16. മിനി മാം. താനൂർ CDS ഒരുപാട് വെല്ലുവിളികളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അത് മാറ്റിയെടുക്കാനായി, അവിടുത്തെ സ്ത്രീ ജീവിതങ്ങളെ മാറ്റിയെടുക്കാൻ നിങ്ങൾ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഇന്നത്തെ ഈ പ്രോഗ്രാമിന്റെ സന്ദേശം തന്നെ നമ്മളോട് നബീസ പറഞ്ഞു കഴിഞ്ഞു, സ്ത്രീകൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച്. താനൂർ CDS ഞാൻ നൽകുന്നത് 25-ൽ 17. വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ദീർഘകാലമായിട്ടുള്ള പ്രവർത്തനം കൊണ്ട് ഒരു പ്രദേശത്തിന്റെ തന്നെ സംസ്കാരത്തിൽ വലിയ വ്യത്യാസം വരുത്തിയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അവിടുത്തെ കൾച്ചറായാലും അവിടെയുള്ള കാര്യങ്ങളായാലും സ്ത്രീകളുടെ കാര്യങ്ങളായാലും. അപ്പോൾ അത് മുഴുവൻ ഈ പദ്ധതികളും അത് ആ പ്രദേശത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റും കൂടി പരിഗണിച്ചുകൊണ്ട് ഞാൻ 15-ൽ 13 മാർക്ക്. റോസ്മേരി മാം. 10 മാർക്ക്. സാമ്പത്തിക ശാക്തീകരണത്തിനൊപ്പം സാമൂഹികമായ ഇടപെടലുകൾ കൂടി നടത്തിയ CDS ആണ് താനൂർ. താനൂരിന് നമ്മുടെ ജഡ്ജസ് നൽകിയിരിക്കുന്ന ടോട്ടൽ മാർക്ക് 100-ൽ 70. വിപ്ലവം വിരുന്നായി വരില്ല ഒരിക്കലും. ചരിത്രത്തിലേക്ക് പിന്തിരിഞ്ഞു നോക്കി കുഞ്ഞുണ്ണി മാഷാണ് ഇങ്ങനെ പറഞ്ഞത്. അതെ, നമ്മുടെ ചരിത്രം നിർമ്മിക്കുന്നത് നമ്മൾ തന്നെയാണ്. കുടുംബശ്രീ വനിതകൾ നിർമ്മിക്കുന്നത് നാളെ ചരിത്രം രേഖപ്പെടുത്തുന്ന വിപ്ലവമാണ്. താനൂരിന്റെ വിപ്ലവഗാഥയ്ക്ക് തൽക്കാലം വിടാം. മറ്റൊരു CDSുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും, മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ, ഇവിടെ വാസം സാധ്യമോ? തണലു കിട്ടാൻ തപസിലാണിനി ഇവിടെ എല്ലാ മലകളും. ദാഹനീരിനു നാവു നീട്ടി വരണ്ട് പുഴകൾ സർവവും. കാറ്റുപോലും വീർപ്പടക്കി കാത്തു നിൽക്കും നാളുകൾ. ഇവിടെയെന്നൻ പിറവിയെന്ന വിത്തുകൾ തൻ മന്ത്രണം. ഇനി വരുന്നൊരു തലമുറ